നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ചുകളിലൊന്നായ അഴീക്കോടുള്ള മുനക്കൽ ബീച്ചിലാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും 7 കിലോമീറ്റർ മാറി അറബിക്കടലിൻ്റെ തീരത്താണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ ബീച്ചും പരിസരവുമെല്ലാം മുസരീസ് പൈതൃക പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. കേരള സർക്കാരിന് കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ സംരക്ഷണ ടൂറിസം പദ്ധതികളൊന്നാണ് മുസരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ്. ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ടിൽ കേരള തീരത്ത് സജീവമായിരുന്ന ഒരു തുറമുഖമായിരുന്നു മുസരീസ്. ഈ മുസരീസ് തുറമുഖത്തിൻ്റെ ചരിത്രപരവും സാംസ്കാരികപരമായ പ്രാധാന്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുസരീസ് ഹെറിറ്റേജ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ സുനാമി പുനരധിവാസ പദ്ധതിയിലാണ് ഈ ബീച്ച് വികസിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 400 മീറ്റർ ഓപ്പൺ എയർ സ്റ്റേഡിയവും 1300 മീറ്റർ നടപ്പാതയും കൂടാതെ ടോയ്ലറ്റുകളും ഫുഡ് കോർട്ടുകളും കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള പാർക്കുമെല്ലാം ഈ ബീച്ചിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. കൂടാതെ കേരള വനം വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു കാറ്റാടി വനവും ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ബീച്ചിന് മുസരീസ് ഭൂപടത്തിൽ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കൂടാതെ ഈ ബീച്ചിൽ പുലിമുട്ട് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു ഭാഗം കടലിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകാൻ സാധിക്കും. അവിടെ നിരവധി പേരാണ് ഫിഷിങ്ങും മറ്റുമായി സായാഹ്നം ചിലവിടാൻ എത്തുന്നത്. തുറമുഖങ്ങളെയും തീരപ്രദേശങ്ങളെയും ശക്തമായ തിരമാലകളിൽ നിന്നും സംരക്ഷിക്കുന്ന പ്രതിരോധ ചിറയാണ് പുലിമുട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വ്യത്യസ്തമായ ആകൃതിയിലും വലിപ്പത്തിലും മനുഷ്യർ കൃത്രിമമായി നിർമ്മിക്കാറുണ്ട്. ഈ കാണുന്നതാണ് വനംവകുപ്പ് സ്ഥാപിച്ച കാറ്റാടി വനം. ഫാമിലിയും കുട്ടികളെല്ലാമൊത്ത് ഒരു വൺ ഡേ ട്രിപ്പിന് വരാൻ പറ്റിയ സ്ഥലമാണ് മുനക്കൽ ബീച്ച്. അഴീക്കോട് തന്നെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള തോമസ് ലീഗ സ്ഥാപിച്ച ആദ്യ പള്ളികളിലൊന്നായ മർത്തോമ പള്ളി അല്ലെങ്കിൽ സെൻറ്റ് തോമസ് ചർച്ച് കണ്ട ശേഷമാണ് നമ്മൾ ഈ ബീച്ചിലോട്ട് എത്തിയത്. മർത്തോമ പള്ളിയുടെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. കൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളികളിലൊന്ന് കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചിരിക്കുന്നത്, ചേരമൺ ജുമാ മസ്ജിദ്. അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്. ഫാമിലിയും കുട്ടികളുമെല്ലാമായി ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ സ്ഥലമാണ് മുനക്കൽ ബീച്ച്. കൂടാതെ തന്നെ കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളിലും ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളികളൊന്നായ ചേരമൺ ജുമാ മസ്ജിദ്, ജൂതന്മാരുടെ സിനഗോഗ്, ഹോളി ക്രോസ് ചർച്ച്, കൂടാതെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ്സുകളിലൊന്നായ വൈപ്പിക്കോട്ട സെമിനാരി. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിരവധി പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട് കൊടുങ്ങല്ലൂരും പരിസര പ്രദേശത്തും. ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.